ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിത്രാന്ന അഥവാ ലെമൺ റൈസാണ്. കർണാടകയിൽ ലെമൺ റൈസിൻ്റെ പേരാണ് ചിത്രാന്ന. ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത്. ടിഫിൻ ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും അനുയോജ്യമാണ് ഇത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം അരി വേവിച്ച് എടുക്കണം. അതിനായി കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക. നമ്മളിനി വേറെ ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല. ഇനി അരി കഴുകിയിടാം. നമുക്ക് ഒന്നുകിൽ ബിരിയാണി അരി അഥവാ ബസ്മതി അരി അല്ലെങ്കിൽ സാധാരണ പച്ചരി ആയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഇടാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബിരിയാണി അരിയാണ്. 1.5 കപ്പ് ചോറാണ് നമുക്ക് വേണ്ടത്. അടച്ചു വെച്ച് വേവിക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. അരി വെന്ത് കഴിഞ്ഞെങ്കിൽ വാർത്ത് വെള്ളം കളഞ്ഞു വയ്ക്കാം. ഇനി ബാക്കി പണി ചെയ്യാം. ആദ്യം ഒരു പാനിൽ 1 സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായി വന്നാൽ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ കടലപ്പരിപ്പ്, പച്ചക്കപ്പരണ്ടി അഥവാ നിലക്കടല ചേർത്ത് മൂപ്പിക്കാം. ഇനി ഇതിൽ ഒരിത്തിരി പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ പച്ചമുളക് അരിഞ്ഞത്, 2 വറ്റൽമുളക്, പിന്നെ 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് മൂപ്പിക്കുക. ഇനി കളറിന് വേണ്ടിയും പൊടിക്ക് ആരോഗ്യത്തിന് വേണ്ടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. കൂടാതെ 1 നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞാണ് ചേർക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അവസാനമായി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത്രയേ ഉള്ളൂ പണി.
തൈരും പപ്പടവും പിന്നെ ഒരു ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടാതെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.